നമ്മൾ ഇന്ന് സോളിഡ്സിന്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫെക്ട്സ് വരെ പറഞ്ഞു നിർത്തി. പിന്നെ യൂണിറ്റ് സെൽ ഡയമെൻഷൻ ഉപയോഗിച്ചിട്ടുള്ള കാൽക്കുലേഷൻ, ഡെൻസിറ്റി കാൽക്കുലേഷനും പറഞ്ഞു നിർത്തി. അപ്പൊ ഇന്ന് പഠിക്കുന്നത് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. ഓക്കെ, അപ്പൊ ജനറലി സോളിഡ്സിന്റെ കണ്ടക്ടിവിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി 10⁻⁻20ക്കും 10⁻⁷ ഇടയിലായിരിക്കും. അപ്പൊ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഓഫ് സോളിഡ്സ് is in the order 10⁻20 to 10⁻7 per ohm per meter ആയിരിക്കും. ഇനി കണ്ടക്ടിവിറ്റിയുടെ ബേസിസിൽ സോളിഡ്സിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആരൊക്കെയാ? കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ലാസ്റ്റ് വൺ ഇൻസുലേറ്റേഴ്സ്. ഇതൊക്കെ കുഞ്ഞു ക്ലാസ്സിലെ പഠിക്കുന്നതാണ്. കണ്ടക്ടേഴ്സ് നിങ്ങൾക്ക് അറിയാം, നന്നായിട്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസുകളാണ് കണ്ടക്ടേഴ്സ്. അപ്പൊ നന്നായിട്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന സോളിഡ്സ്, നമ്മൾ സോളിഡ്സിനെ കുറിച്ച് പഠിക്കുന്നതുകൊണ്ട് സോളിഡ്സ് ആണ് കണ്ടക്ടേഴ്സ്. അതിന്റെ കണ്ടക്ടിവിറ്റിയുടെ റേഞ്ച് ഇതാണ് 10⁻⁴ to 10⁻⁷ per ohm per meter. 10⁻⁴ to 10⁻⁷ per ohm per meter. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. സോ മെറ്റൽസിന്റെ കണ്ടക്ടിവിറ്റി എപ്പോഴും അത് ഗുഡ് കണ്ടക്ടർ ആയതുകൊണ്ട് 10⁻⁷ per ohm per meter ആയിരിക്കും. മറന്നു പോകരുത്. സെമി കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റിയുടെ റേഞ്ച് ആണ് 10⁻⁶ to 10⁻⁴ per ohm per meter. ഇൻസുലേറ്റേഴ്സ് ആകുമ്പം ഒട്ടും എന്ത് ചെയ്യത്തില്ല, കണ്ടക്ട് ചെയ്യത്തില്ല. സെമി കണ്ടക്ടേഴ്സ് കുറച്ച് കണ്ടക്ട് ചെയ്യും, എന്നാൽ ഇൻസുലേറ്റേഴ്സ് എന്തുവാ ബാഡ് കണ്ടക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ ഒട്ടുമേ എന്ത് ചെയ്യത്തില്ല, കണ്ടക്ട് ചെയ്യത്തില്ല. അങ്ങനെയുള്ള സബ്സ്റ്റൻസിന്റെ കണ്ടക്ടിവിറ്റിയുടെ റേഞ്ച് 10⁻⁻20 to 10⁻⁻10 per ohm per meter ആയിരിക്കും. അപ്പോ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് പറയുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് സോളിഡ്സിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആണ്. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ റേഞ്ച് ഏതാ? 10⁻⁻20 to 10⁻⁷ per ohm per meter. ഇനി മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ബേസിസിൽ സോളിഡ്സിനെ. കണ്ടക്ടേഴ്സ് നന്നായിട്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും, സെമി കണ്ടക്ടേഴ്സ് കുറച്ച് മാത്രം കണ്ടക്ട് ചെയ്യും, പാർഷ്യലി കണ്ടക്ടേഴ്സ് ആണ്. ദെൻ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഒട്ടുമേ കണ്ടക്ട് ചെയ്യത്തില്ല, ബാഡ് കണ്ടക്ടേഴ്സ് ആണ്. ദെൻ കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റി റേഞ്ച് 10⁻⁴ to 10⁻⁷ per ohm per meter. സെമി കണ്ടക്ടേഴ്സ് 10⁻⁻6 to 10⁻⁴ per ohm per meter. Insulators 10⁻⁻20 to 10⁻⁻10 per ohm per meter. Then മെറ്റൽസിന്റെ കണ്ടക്ടിവിറ്റി എപ്പോഴും 10⁻⁷ per ohm per meter ആയിരിക്കും. കാരണം മെറ്റൽസ് ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഇനി നിങ്ങളോട് എക്സാമിന് ചോദിക്കും, എക്സ്പ്ലെയിൻ ദ കണ്ടക്ടിവിറ്റി ഓഫ് സോളിഡ്സ് യൂസിങ് ബാൻഡ് തിയറി എന്ന് ചോദിക്കും. അപ്പൊ ബാൻഡ് തിയറി വെച്ച് സോളിഡ്സിന്റെ കണ്ടക്ടിവിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ഇതല്ല പറയേണ്ടത്. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, എല്ലാ സോളിഡ്സിലും ഒരു എനർജി ലെവൽ ഉണ്ടായിരിക്കും. അതിന് താഴെ ഒരു ലോ എനർജി ലെവലിൽ ഒരു ബാൻഡ് ഉണ്ട്. അവിടെ ഫീൽഡ് ഇലക്ട്രോൺസ് ഉള്ള ബാൻഡാണ്. ആ ബാൻഡിനെ നമ്മൾ വാലൻസ് ബാൻഡ് എന്ന് വിളിക്കും. എനർജി ബാൻഡാണ്, വാലൻസ് ബാൻഡ് എന്ന് വിളിക്കും. ഇനി കണ്ടക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ പ്രസൻസ് ഉള്ള ഒരു ബാൻഡ് ഉണ്ടായിരിക്കും, എനർജി ബാൻഡ് ഉണ്ടായിരിക്കും. അതിനെ വിളിക്കുന്ന പേര് കണ്ടക്ഷൻ ബാൻഡ് എന്ന് വിളിക്കും. അപ്പൊ ലോ എനർജി ലെവലില് വാലൻസ് ബാൻഡ്, ദെൻ ഹയർ എനർജി ലെവലില് കണ്ടക്ഷൻ ബാൻഡ്. ഇവരുടെ ഇടയ്ക്ക് ഒരു എനർജി ഗ്യാപ്പ് ഉണ്ട്. ആ എനർജി ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് വിളിക്കും. ആ എനർജി ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. ഓക്കെ, അപ്പൊ ഇസ് ഇറ്റ് ക്ലിയർ? വാലൻസ് ബാൻഡ് ലോ എനർജി ലെവലില്, കണ്ടക്ഷൻ ബാൻഡ് ഹയർ എനർജി ലെവലില്. ഇടയ്ക്കുള്ള എനർജി ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണ് എന്ത് എനർജി ഗ്യാപ്പ്? ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ബാൻഡ് തിയറി, ഇതാണ് നമ്മുടെ ബാൻഡ് തിയറിയുടെ ബേസിസ്. ഇത് വെച്ചിട്ടാണ് സോളിഡ്സിന്റെ ബാൻഡ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ബാൻഡ് തിയറി നോക്കാം. ആദ്യം നമ്മൾ കണ്ടക്ടേഴ്സ് എടുക്കുന്നു. കണ്ടക്ടേഴ്സ് എടുക്കുമ്പോൾ കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റി ബാൻഡ് തിയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ വാലൻസ് ബാൻഡ് എങ്കിൽ കണ്ടക്ഷൻ ബാൻഡ് ഇങ്ങനെ വന്നിരിക്കും. രണ്ടും കൂടി ഓവർലാപ്പ് ചെയ്യും. ഇത് വാലൻസ് ബാൻഡ്, ഇത് കണ്ടക്ഷൻ ബാൻഡ്. വാലൻസ് ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ്. ഇവർ തമ്മിൽ എനർജി ഗ്യാപ്പ് ഇല്ല. അപ്പൊ ഇൻ ദ കേസ് ഓഫ് കണ്ടക്ടേഴ്സ്, the valence band and conduction band overlap each other. There is no energy gap between the valence band and the conduction band. Clear ആയല്ലോ? ഇനി സെമി കണ്ടക്ടർ ആകുമ്പോ ചെറിയൊരു എനർജി ഗ്യാപ്പ് കാണും. കാരണം അത് പാർഷ്യലി കണ്ടക്ടേഴ്സ് അല്ലേ. അപ്പൊ സെമി കണ്ടക്ടർ ആകുമ്പോ
എന്ത് കാണും? ചെറിയൊരു സ്മാൾ എനർജി ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ഇത് വാലൻസ് ബാൻഡ്, ഇത് കണ്ടക്ഷൻ ബാൻഡ്, ഇവരുടെ ഇടയ്ക്ക് ഒരു സ്മാൾ എനർജി ഗ്യാപ്പ്. ഇനി ഇൻസുലേറ്റേഴ്സ് ആവുമ്പോ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ഒരു ലാർജ് എനർജി ഗ്യാപ്പ് ആയിരിക്കും. ഇതാണ് നമ്മുടെ കണ്ടക്ഷൻ ബാൻഡ് ആണെങ്കിൽ ഇത് വാലൻസ് ബാൻഡ്. ലാർജ് എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ ബാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്. അങ്ങനെ ഇങ്ങനെ വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പോ ബാൻഡ് തിയറി വെച്ച് എങ്ങനെ കണ്ടക്ടിവിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് ചോദിച്ചാൽ ആദ്യം പറയണം ഒരു ലോ എനർജി ലെവൽ ഉണ്ട് അല്ലെങ്കിൽ ലോ എനർജി ബാൻഡ് ഉണ്ട്, ഫിൽഡ് ഇലക്ട്രോൺസ് ഉള്ള ദിസ് ഈസ് കാൾഡ് വാലൻസ് ബാൻഡ് ആൻഡ് higher energy level ഉള്ള ബാൻഡ് കണ്ടക്ഷൻ ബാൻഡ്. there is an energy gap between the two. ആ എനർജി ഗ്യാപ്പിനെ forbidden energy gap എന്ന് വിളിക്കും. Okay, then in the case of conductors, valence band and conduction band overlap each other and there is no energy gap. In the case of semiconductors, there is a small energy gap between valence band and conduction band. Then in the case of insulators, there is a large energy gap between valence band and conduction band. അപ്പോ ഇത് മൂന്നെണ്ണോ ഫിഗർ വെച്ച് വരച്ച് പഠിച്ചോളുക. ഇനി എന്തുവാണ് നമ്മൾ ഇനി പഠിക്കുന്ന സെമി കണ്ടക്ടേഴ്സ് ആണ്. സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാല് പാർഷ്യലായിട്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന സോളിഡ്സിനെയാണ് നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ചില കണ്ടക്ടേഴ്സ് സെമി കണ്ടക്ടേഴ്സ് ആൻഡ് പ്യുവർ സ്റ്റേറ്റിൽ ഇലക്ട്രോൺസിന്റെ കണ്ടക്ഷൻ കൊണ്ട് ഇലക്ട്രിസിറ്റി നന്നായിട്ട് എന്ത് ചെയ്യും? കണ്ടക്ട് ചെയ്യും. അപ്പൊ പ്യുവർ സ്റ്റേറ്റിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന സെമി കണ്ടക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് വിളിക്കും. പ്യുവർ സ്റ്റേറ്റില് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന സെമി കണ്ടക്ടേഴ്സ് ആണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. സിലിക്കൺ, ജർമേനിയം ക്രിസ്റ്റൽസ് ഒക്കെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ആണ്. അവർ പ്യുവർ സ്റ്റേറ്റിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. ഇനി ഈ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആറ്റംസ് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആറ്റംസ് ആഡ് ചെയ്ത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു. ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റി ഇമ്പ്യൂരിറ്റി ആറ്റംസ് ആഡ് ചെയ്ത് ഇൻക്രീസ് ചെയ്യിക്കുന്ന പ്രോസസ്സാണ് ഡോപ്പിംഗ്. അങ്ങനെ കിട്ടുന്ന സെമി കണ്ടക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. അപ്പോ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തുവരെ കണ്ടക്ടേഴ്സിന്റെ അല്ലെങ്കിൽ സെമി കണ്ടക്ടേഴ്സ് പ്യുവർ സ്റ്റേറ്റിൽ കണ്ടക്ട് ചെയ്യുമെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. അതിനകത്ത് ഏതെങ്കിലും ഇമ്പ്യൂരിറ്റി ആറ്റം ആഡ് ചെയ്താൽ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേര് ഡോപ്പിംഗ്. ദെൻ അങ്ങനെ ഡോപ്പ് ചെയ്ത് കിട്ടുന്ന സെമി കണ്ടക്ടേഴ്സിനെ വിളിക്കുന്ന പേര് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. ക്ലിയർ ആയല്ലോ? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്, എൻ ടൈപ്പ് സെമി കണ്ടക്ടറും പി ടൈപ്പ് സെമി കണ്ടക്ടറും. എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആൻഡ് പി ടൈപ്പ് സെമി കണ്ടക്ടർ. അപ്പൊ നോക്കാം എന്തുവാണ് എൻ ടൈപ്പും പി ടൈപ്പ് സെമി കണ്ടക്ടർ. അപ്പൊ ഇൻട്രിൻസിക് അറിയാം, പ്യുവർ സ്റ്റേറ്റിൽ കണ്ടക്ട് ചെയ്യുന്നത്. ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന പ്രോസസ് ഡോപ്പിംഗ്. ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്ത് കണ്ടക്ടിവിറ്റി കൂട്ടിയിട്ട് കിട്ടുന്ന കണ്ടക്ടേഴ്സ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. അത് രണ്ട് ടൈപ്പ്, എൻ ടൈപ്പ്, പി ടൈപ്പ്. നേരത്തെ പറഞ്ഞ നമ്മുടെ സിലിക്കൺ, ജർമേനിയം ക്രിസ്റ്റൽസ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആണ്. ഇത് ഏത് ഗ്രൂപ്പിൽ വരും? 14th ഗ്രൂപ്പിൽ. 14th ഗ്രൂപ്പിൽ വാലൻസ് ഇലക്ട്രോൺസിന്റെ എണ്ണം 4 ആണ്, നിങ്ങൾക്കറിയാം. ഇതിനകത്തോട്ട് 15th ഗ്രൂപ്പില് ആഴ്സനിക്കോ ആന്റിമണിയോ ആഡ് ചെയ്യുന്നു. 15th ഗ്രൂപ്പാണ്. ഈ ആഡ് ചെയ്യുന്ന ആഴ്സനിക്കോ ആന്റിമണിയാണ് നമ്മുടെ ഇവിടുത്തെ ഇമ്പ്യൂരിറ്റി ആറ്റം. ഇതിനകത്ത് എത്ര ഇലക്ട്രോൺ കാണും? 5 ഇലക്ട്രോൺ. അപ്പൊ ഈ ക്രിസ്റ്റൽ വെച്ച്, ഈ ആറ്റംസ് വെച്ച് ഈ സിലിക്കൺ ജർമേനിയം ക്രിസ്റ്റലിനെ ഡോപ്പ് ചെയ്യുമ്പോ ഇതിലെ 4 ഇലക്ട്രോൺസും ഇതിലെ 4 ഇലക്ട്രോൺസും തമ്മിൽ ബോണ്ട് ചെയ്യും. അപ്പൊ ഒരു ഇലക്ട്രോൺ ഫ്രീ ആവൂലേ? അത് ഒരു സ്ഥലത്ത് ഒരു ഇലക്ട്രോൺ ഫ്രീ ആവും. അപ്പോൾ ഹോൾ ക്രിസ്റ്റലില് ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്താവും? ഫ്രീ ആവും. ഈ ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഫ്രീ ആവും. ആ ഇലക്ട്രോൺസിന്റെ ഇലക്ട്രോൺസിന്റെ എണ്ണത്തിന്റെ ഇൻക്രീസ് കൊണ്ട് അവരെന്ത് ചെയ്യും? കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ കണ്ടക്ടിങ് ഇലക്ട്രോൺസിന്റെ പ്രസൻസ് കൊണ്ട് ക്രിസ്റ്റലിന്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. അങ്ങനെ കിട്ടുന്ന ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് അല്ലേ? അപ്പൊ അങ്ങനെ കിട്ടുന്ന സെമി കണ്ടക്ടർ ആയതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സെമി കണ്ടക്ടർ, എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. അപ്പൊ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും? ഒരു സിലിക്കൺ ജർമേനിയം ക്രിസ്റ്റലിനകത്തോട്ട്, അത് 14th ഗ്രൂപ്പാണ്. 15th ഗ്രൂപ്പിലുള്ള ആഴ്സനിക് ആന്റിമണി ഗ്രൂപ്പുകാര് ആഴ്സനിക് ആന്റിമണി ആറ്റത്തിന് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഡോപ്പ് ചെയ്യാനായിട്ട് ആഡ് ചെയ്യുമ്പോൾ അവർ 15th ഗ്രൂപ്പാണ്. അതിനകത്ത് 5 ഇലക്ട്രോൺ ഉണ്ട്, ഇതിനകത്ത് 4 ഇലക്ട്രോൺ. 4 ഇലക്ട്രോൺസ് ബോണ്ട് ഫോർമേഷൻ നടക്കും. 1 ഇലക്ട്രോൺ ഫ്രീ ആവും. സോ ഹോൾ ക്രിസ്റ്റലിൽ ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഫ്രീ ആവും. ആ ഫ്രീ ഇലക്ട്രോണിന്റെ പ്രസൻസ് കൊണ്ട് കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. അങ്ങനെ കിട്ടുന്ന സെമി കണ്ടക്ടറിനെ വിളിക്കുന്ന പേരാണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. ഇനി
ഈ സിലിക്കൺ ജെർമേനിയം ക്രിസ്റ്റലിലോട്ട് നമ്മൾ ഗാലിയം ഇൻഡിയം പോലുള്ള 13th ഗ്രൂപ്പുകാരെ ആഡ് ചെയ്യുന്നു. 13th ഗ്രൂപ്പിൽ എത്ര ഇലക്ട്രോൺ കാണും? 3 ഇലക്ട്രോൺ. അപ്പോൾ ഇതിലെ 3 ഇലക്ട്രോണും ഇതിൽ 4 ഇലക്ട്രോൺ അല്ലേ, ഇതിലെ 3 ഇലക്ട്രോണും തമ്മിൽ എന്ത് ചെയ്യും? ബോണ്ട് ഫോർമേഷൻ നടക്കും. ഇനി ഇവിടെ ഒരു ഇലക്ട്രോൺ ബാക്കി ഇരിപ്പുണ്ട്. ഒരു ഇലക്ട്രോൺ ഇവിടുന്ന് കിട്ടിയാലേ അതിന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ബോണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോൺ, ഇതിന് ഇവിടെ ഒരു ഇലക്ട്രോണിന്റെ ഡെഫിഷ്യൻസി ഉണ്ട്. ആ ഡെഫിഷ്യൻസിയെ ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള ഹോൾ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. പോസിറ്റീവ്ലി ചാർജ്ഡ് ഹോൾ ആയിട്ട് കൺസിഡർ ചെയ്യും. അങ്ങനെ ഒരു ക്രിസ്റ്റലിൽ ഒരു ഇലക്ട്രോൺ ഡെഫിഷ്യൻസി, അങ്ങനെ എൻറ്റയർ ക്രിസ്റ്റലിൽ ലാർജ് നമ്പർ ഓഫ് പോസിറ്റീവ്ലി ചാർജ്ഡ് ഹോൾസ് ഉണ്ടാവും. ഈ ഹോൾസിന്റെ പ്രസൻസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് പി അല്ലേ, ഹോൾസിന്റെ പ്രസൻസ് കൊണ്ട് കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിക്കും? പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കും. അപ്പോ 14th ഗ്രൂപ്പിനെ 13th ഗ്രൂപ്പായ ഗാലിയം ഇൻഡിയം ആറ്റംസ് കൊണ്ട് ഡോപ്പ് ചെയ്യുമ്പോൾ 3 ഇലക്ട്രോൺ ബോണ്ട് ഫോം ചെയ്യും. ഒരു ഇലക്ട്രോണിന് അവിടെ ബോണ്ട് ചെയ്യാൻ ആളില്ലാതെ ഡെഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്യും. ആ ഡെഫിഷ്യൻസി നമ്മൾ പോസിറ്റീവ്ലി ചാർജ്ഡ് ഹോൾ ആയിട്ട് കൺസിഡർ ചെയ്യും. അങ്ങനെ ക്രിസ്റ്റലിൽ ലാർജ് നമ്പർ ഓഫ് ഹോൾസ് ക്രിയേറ്റ് ചെയ്യും. ആ ഹോൾസിന്റെ പ്രസൻസ് ഉള്ള കണ്ടക്ടിവിറ്റി എന്ത് വിളിക്കും? എന്ത് ടൈപ്പ് കണ്ടക്ടറിനെ വിളിക്കും? പി ടൈപ്പ് സെമി കണ്ടക്ടർ. അപ്പോ 14th ഗ്രൂപ്പിനെ 15th ഗ്രൂപ്പ് കൊണ്ട് ബോണ്ട് ചെയ്താൽ ഒരു ഇലക്ട്രോൺ അധികം വരും. അപ്പൊ ഇലക്ട്രോണിന്റെ പ്രസൻസ് കൊണ്ട് അത് എൻ ടൈപ്പ്. 14th ഗ്രൂപ്പിനെ 13th ഗ്രൂപ്പ് കൊണ്ട് ടോപ്പ് ചെയ്താൽ അവിടെ ഒരു ഇലക്ട്രോണിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും. അത് പോസിറ്റീവ്ലി ചാർജ് ഹോൾ ആയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ കിട്ടുന്ന സെമി കണ്ടക്ടേഴ്സ് ആണ് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്. ഇനി എന്താണ് ഈ എൻ ടൈപ്പ് ആൻഡ് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിന്റെ ആപ്ലിക്കേഷൻസ്? ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോണിക് ഡിവൈസസ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഡിവൈസസുകൾ ഉണ്ടാക്കാനായിട്ട് എന്തുപയോഗിക്കും? നമ്മൾ ഈ സെമി കണ്ടക്ടേഴ്സ് ഉപയോഗിക്കും. നമ്മളെ സോളാർ സെല്ലിലെ ഫോട്ടോ ഡയോഡ് എന്ന് പറയുന്നത് സെമി കണ്ടക്ടേഴ്സ് കൊണ്ട് ഉണ്ടാക്കിയ ആളാണ്. ദെൻ ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ടാക്കുന്നത് സെമി കണ്ടക്ടേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. അതെന്തിനു ഉപയോഗിക്കും? ഓഡിയോ വീഡിയോ സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യാൻ ഉപയോഗിക്കും. റെക്ടിഫയേഴ്സ്, AC-യെ DC ആക്കുന്ന റെക്ടിഫയേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്ന ഡയോഡ് കൊണ്ടാണ്. ഡയോഡ് ഉണ്ടാക്കുന്നത് എന്തുവാ? സെമി കണ്ടക്ടേഴ്സ് വെച്ചാണ്. ഇത്രയാണ് അതിന്റെ ആപ്ലിക്കേഷൻ. അപ്പൊ ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോണിക് ഡിവൈസസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കും. സോളാർ സെല്ലിൽ ഉപയോഗിക്കുന്ന ഫോട്ടോ ഡയോഡ് എന്താണ്? ഒരു സെമി കണ്ടക്ടർ ആണ്. സോ ദെൻ ട്രാൻസിസ്റ്റർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു സെമി കണ്ടക്ടർ യൂസ് ചെയ്താണ് ട്രാൻസിസ്റ്റർ ഉണ്ടാക്കുന്നത്. ട്രാൻസിസ്റ്റർ ഓഡിയോ വീഡിയോ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യും. ദെൻ റെക്ടിഫയേഴ്സ് ഉണ്ടാക്കുന്ന ഡയോഡ് കൊണ്ടാണ്. ഡയോഡ് സെമി കണ്ടക്ടർ വെച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ റെക്ടിഫയറിന്റെ ജോലി എന്തുവാ? AC-യെ DC ആക്കും. റെക്ടിഫയർ, ട്രാൻസിസ്റ്റർ, സോളാർ സെല്ല്, ദെൻ ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോണിക് ഡിവൈസ്. ഇത്രയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻസ്, എൻ ആൻഡ് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിന്റെ ആപ്ലിക്കേഷൻ. അപ്പൊ ഇവിടെ വെച്ചിട്ട് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി തീർന്നു. അപ്പൊ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയിൽ നമ്മൾ കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, മൂന്നുപേരുടെ കണ്ടക്ടറുടെ റേഞ്ച്, ബാൻഡ് തിയറി വെച്ചിട്ട് കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്. അത് കഴിഞ്ഞിട്ട് എൻ ടൈപ്പ്, പി ടൈപ്പ് സെമി കണ്ടക്ടർ, അതിന്റെ ആപ്ലിക്കേഷൻ. അപ്പൊ ഇവിടെ വെച്ച് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി തീർന്നു. ഇനി മാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ് ആ ചാപ്റ്ററിനകത്തുള്ളത്. അത് അടുത്ത വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ nannayittu എഴുതി പഠിക്കുക. താങ്ക് യു. Nå helgen nærmer seg, spør alle hva jeg gjør da. Jeg hitter kløven som om hverdag var en lørdag. Så mange